അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ആഘോഷിക്കണമോ വേണ്ടയോ? ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും പറയുന്നത് ആഘോഷിക്കേണ്ടതില്ല എന്നാകുന്നു. മൂപ്പരതിങ്ങനെ നന്നായി വെല്ലുവിളിക്കും. കേട്ടോളൂ, മൂപ്പർക്ക് ഭയങ്കര ശക്തിയാണ്. എന്താചരിക്കണം? നബിദിനം ആചാരമാണ്. ആ ആചാരം റസൂലുള്ള പൂർത്തീകരിച്ച മതത്തിലുണ്ടോ ഇല്ലേ? ഉണ്ട് എന്നൊരു വിഭാഗം പറയുന്നു, ഇല്ല എന്നൊരു വിഭാഗം. ആർക്കാണ് തെളിവ്? ഉണ്ട് എന്ന് പറയുന്നവർക്കാണോ ഇല്ല എന്ന് പറയുന്നവർക്കാണോ? ഇല്ല എന്ന് പറയുന്നവർക്കാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും സലഫ് സാലികളുടെയും ലോകത്ത് മുഴുവൻ പണ്ഡിതന്മാരുടെയും പിൻബലമുള്ളത്. ഇല്ല എന്ന് പറയുന്നവർക്ക്, നബിദിനം ആചരിക്കൽ പാടില്ല എന്ന് പറയുന്നവർക്ക്, ഇല്ല എന്ന് പറയുന്നവർക്കാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും സലഫ് സാലികളുടെയും ലോകത്ത് മുഴുവൻ പണ്ഡിതന്മാരുടെയും പിൻബലമുള്ളത്. ലോകത്ത് മുഴുവൻ പണ്ഡിതന്മാരുടെയും പിൻബലമുള്ളത്. ലോകത്ത് മുഴുവൻ പണ്ഡിതന്മാരുടെയും പിൻബലമുള്ളത്. ഇല്ല എന്ന് പറയുന്നവർക്ക്, നബിദിനം ആചരിക്കൽ പാടില്ല എന്ന് പറയുന്നവർക്ക്, നബിദിനം ആചരിക്കാമെന്ന് പറയുന്നവർക്ക് ഇസ്ലാമിൽ നിന്ന് അരമുറി തെളിവ് ഇല്ല എന്നുള്ളതാണ് വസ്തുത. അത് വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നവർക്ക് വെല്ലുവിളിയായി ഏറ്റെടുക്കാം. വെല്ലുവിളിയായി ഏറ്റെടുക്കേണ്ടവർക്ക് വെല്ലുവിളിയായി ഏറ്റെടുക്കാം. ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇത് അനാചാരമാണെന്ന് പറയുന്നു. ഇത് തെളിവില്ല എന്ന് പറയുന്നവരാണ്. ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നവരാണ്. നിങ്ങൾ ചിന്തിക്കണം. ലോകത്തുള്ള മുഴുവൻ പണ്ഡിതനും പോയിട്ട് ഒരൊറ്റ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ? ഒറ്റ പണ്ഡിതൻ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവിയോടനുബന്ധിച്ച് റസൂലുള്ളാഹിന്റെ ജന്മം നടന്ന റബീഉൽ അവ്വൽ മാസം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ പറയാൻ കഴിയുമോ സഹോദരന്മാരെ? ഒരൊറ്റ പണ്ഡിതൻ. എന്നിട്ടല്ലേ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും, ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവനാണ് ഉശിരൻ വെല്ലുവിളി നടത്തുന്നത്. ഇയാൾക്ക് മതത്തെക്കുറിച്ച് എന്തറിയാം സഹോദരന്മാരെ? എന്തറിയാം? നിങ്ങൾക്കറിയുമോ? കിതാബുകൾ എടുത്തു പരിശോധിച്ചോളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ ആഘോഷിച്ചുകൊണ്ട് ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് തന്റെ ഹുസ്നുൽ മഖ്സദ് ഫി അമരിൽ മൗലിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മം നടന്ന ആ റബീഉൽ അവ്വൽ മാസത്തിൽ ആഘോഷിക്കാൻ പറ്റുമോ പറ്റുകയില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായി മഹാനവറുകൾ പറയുന്നത് എന്താണ്? ഇത് പുണ്യകർമ്മമാകുന്നു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഈ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മം നടന്ന ആ സന്ദർഭത്തെ കുറിച്ച് ആഘോഷിക്കുന്നതിന് വേണ്ടി, മൗലിദ് പാരായണം ചെയ്യുന്നതിന് വേണ്ടി വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നു. അല്ലദീ ഹുവ ഇജ്തിമാഉൻ നാസി വഖിറാഅതു മാ തയസ്സറ മിനൽ ഖുർആനി. ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു, അല്പം ഖുർആൻ ഓതുന്നു. റിവായത്തുൽ അഖ്ബാരിൽ വാരിദതി ഫീ മബ്ദഇ അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില ഹദീസുകൾ പറയുന്നു. വമാ ബഖഅ ഫീ മൗലിദിഹി മിനൽ ആയാതി. റസൂലുള്ളാഹിന്റെ ജന്മത്തിലുണ്ടായ അത്ഭുത സംഭവങ്ങൾ വിശദീകരിക്കുന്നു. ഇങ്ങനെയുള്ള ആ മജ്ലിസ് സംഘടിപ്പിക്കുന്നു. സുമ്മ യുമദ്ദു ലഹും സിമാതുൻ യഅകുലൂന വയൻസരിഫൂന. പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രത്യേക രൂപഭാവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മൗലിദ് ചടങ്ങ്, മൗലിദ് ആഘോഷ പരിപാടി, ഇതിനെക്കുറിച്ച് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് പറയുന്നത് അനാചാരമാണ് എന്നല്ല, മിനൽ ബിദഇൽ ഹസന, ഇത് പുണ്യകരമായ ആചാരങ്ങളിൽ പെട്ടതാണ്. അല്ലതീ യുസാബു അലൈഹാ സാഹിബുഹാ, ചെയ്യുന്നയാൾക്ക് പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മങ്ങളിൽ പെട്ടതാകുന്നു. ഇമാമുകൾ പറയുന്നത് അങ്ങനെയാണ്. ആരാണ് ഇമാമ്? ഹാഫിൾ എന്ന് പറയണമെങ്കിൽ 1,00,000 ഹദീസെങ്കിലും മനപ്പാടമുണ്ടായിരിക്കണം. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന മൗലിദാഘോഷ പരിപാടിയുണ്ടല്ലോ, ഇത് ചെയ്താൽ അത് പുണ്യകർമ്മമാകുന്നു. അത് അനുവദനീയമാണെന്ന് മാത്രമല്ല, പുണ്യകർമ്മമാകുന്നു, കൂലി കിട്ടുന്ന പ്രവർത്തനമാകുന്നു. ഇമാമുകൾ പഠിപ്പിച്ചത് അങ്ങനെ. ഒന്നോ രണ്ടോ നിങ്ങൾക്കറിയോ? ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് അബൂ ഉസാമ ഇമാം നബവിയുടെ ഉസ്താദാണ്. മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്ന റബീഉൽ അവ്വൽ ദിവസത്തിൽ അന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ ഓരോ കർമ്മങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മഹാൻ പറയുന്നു, ഫഇന്ന ദാലിക മാ ഫീഹി മിനൽ ഇഹ്സാനി ലിൽ ഫുഖറാഇ മുശ്ഇറുൻ ബി മഹബ്ബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ മഹബ്ബത്തിനെ, റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹത്തെ വിളിച്ചറിയിക്കുന്ന
സുന്നതാണത്. അതിൽ ഒരുപാട് കാര്യങ്ങളും ഗുണങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രതിഫലാർഹമായ നല്ല സുഹൃതമാകുന്നു, അനാചാരമാകുന്നു എന്നല്ല മൗലവിമാരെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ഫത്ഹുൽ മുബീൻ ആ ഗ്രന്ഥമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഈ സുന്നത്ത്, ഈ കർമ്മത്തെക്കുറിച്ച്, മൗലിദാഘോഷത്തെക്കുറിച്ച് പറയുന്നു, അത് പുണ്യകർമ്മമാണ്, അനാചാരമല്ല, പുണ്യകർമ്മമാകുന്നു. എത്ര കിതാബുകൾ! ഇനി നിങ്ങൾക്കറിയോ, തഫ്സീർ റൂഹുൽ ബയാൻ എടുത്ത് പരിശോധിച്ചോളും, അതിൽ കാണാം ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഇമാം സുയൂത്തിയിൽ നിന്ന് ഉദ്ധരിച്ചു പറയുന്നു, യുസ്തഹബ്ബു ലനാ ഇൽഹാറു ശുക്രി ലിമൗലിദിഹി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ, ആ ജന്മത്തിന് വേണ്ടി സന്തോഷം പ്രകടിപ്പിക്കുന്നു, നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കൽ അത് നമുക്ക് സുന്നത്താകുന്നു. ഇമാമുകൾ അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, അനാചാരമാണ് എന്നല്ല, സുന്നത്താണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്കറിയോ, എത്ര പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ എഴുതിയ ഗ്രന്ഥം നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാമോ ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണ്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ഹസൻ അൽ ബസരി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഹദറ മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅല്ലമ ഖദറഹു ഫഖദ് ഫാസ ബിൽ ഈമാൻ. ആരെങ്കിലും റസൂലുള്ളാഹിന്റെ മൗലിദിൽ സംബന്ധിച്ച് റസൂലുള്ളാഹിന്റെ മഹത്വത്തെ ആദരിച്ചാൽ അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടോളൂ, മൻ ജമാലി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്വാനൻ വഹയ്യ അതാമൻ വഖലാ മകാനൻ വഅമില ഇഹ്സാനൻ വസാറ സബബൻ ലിഖിറാഅതിഹി. ഒരാൾ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി റസൂലുള്ളാഹിന്റെ മൗലിദ് പാരായണം ചെയ്തു, അതിനുവേണ്ടി മാത്രം സ്ഥലം സജ്ജീകരിച്ചു, അതിനായി അവൻ സുഹൃതങ്ങൾ വർത്തിച്ചാൽ ബഅസഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅ സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വയകൂനു ഫീ ജന്നാത്തിൻ നഈം. അവൻ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങളോട് കൂടെയായിരിക്കും, അവൻ നാളെ സ്വർഗ്ഗത്തിലായിരിക്കും. ആരാ പറയുന്നത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. എത്ര പണ്ഡിതന്മാർ സഹോദരന്മാരെ, ഒന്നും രണ്ടും 10 100ഉമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ആഘോഷിക്കുന്നതിനുള്ള, മൗലിദ് നടത്തുന്നതിനുള്ള പ്രചോദനമായി നിരവധി പണ്ഡിതന്മാർ നമ്മെ ഈ കാര്യം പഠിപ്പിച്ചത് കാണാം. എന്നിട്ടാണ് ഈ വിവരദോഷി, ഈ വിവരമില്ലാത്ത മൗലവി പറയുന്നത്, എന്താ പറയുന്നത്? ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇത് അനാചാരമാണ് എന്ന് പറഞ്ഞവരാണെന്ന് ഒരൊറ്റ പണ്ഡിതൻ ഇത് പറഞ്ഞിട്ടുണ്ടോ? സഹോദരന്മാരെ, എന്തിനധികം ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞില്ലേ? ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞാൽ മുജാഹിദുകളുടെ ആശയ സ്രോതസ്സാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് എന്താണ്? മൗലിദ് പരിപാടിയിൽ റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്ത് ഉണ്ടായ കാരണത്തിനാൽ അദ്ദേഹം പറയുന്നു, കണ്ടോ, ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ ഖദ് യഫഅലുഹു ബഅദുൻ നാസി. ആ ജനങ്ങൾ റസൂലുള്ളാഹിന്റെ മൗലിദിനെ ബഹുമാനിക്കുകയും അതിനൊരു ആഘോഷമാക്കുകയും ചെയ്യുന്ന പരിപാടി വയകൂനു ലഹു അജ്റുൻ അളീമുൻ, അതിന് വലിയ പ്രതിഫലമുണ്ട്. ലിഹുസ്നി ഖസ്ദിഹി, അവന്റെ നല്ല ഉദ്ദേശമുണ്ടായതിനു വേണ്ടി. വതഅലീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കലും ആദരിക്കലും ഉണ്ടായത് കൊണ്ട് അത് ചെയ്യുന്നവന് കൂലിയുണ്ട്. ആരാത് പറയുന്നത്? സാക്ഷാൽ ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിന്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിന്റെ 330-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു സഹോദരന്മാരെ. അപ്പൊ ഞാൻ പറയുന്നത്, മൗലിദാഘോഷം എന്ന് പറയുന്ന പരിപാടി, മൗലിദ് ഓതുക എന്ന പരിപാടി അനാചാരമാണെന്നല്ല പണ്ഡിതന്മാര് പറയുന്നത്. പണ്ഡിതന്മാരായ പണ്ഡിതന്മാരൊക്കെ അത് അനാചാരമാണെന്ന് പറഞ്ഞവരാണ് എന്ന് പറയുന്ന മൗലവിമാർക്ക് ഒരൊറ്റ ഒന്നും തെളിയിക്കാൻ കഴിയില്ല. ലോകത്തുള്ള ഇമാമുകളൊക്കെ ഇത് അംഗീകരിച്ചവരാണ്, അത് ചെയ്തവരാണ്, ചെയ്യണമെന്ന് ലോകത്തെ പഠിപ്പിച്ചവരാണ്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം.